ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ലവ് ബേർഡ്സിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ്, കുറേ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ പ്രീവിയസ് വീഡിയോ ബ്ലൂ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു അക്വേറിയം, അതേപോലെ പെറ്റ് ആക്സസറി ഷോപ്പാണ്, അത് കാണാത്തവർ കാണണേ. അപ്പോൾ നമ്മൾ ലവ് ബേർഡ്സിന്റെ കൂട് പുതിയതായിട്ട് വാങ്ങിച്ചതൊന്നുമല്ല. ഇവിടെ ഉണ്ടായിരുന്ന ഒരു കോഴിക്കൂടാണ്. അപ്പോൾ അത് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തതാണ്. നല്ല ചളിയൊക്കെ പിടിച്ച് കുറേ ആയിട്ട് യൂസ് ചെയ്യാതെ കടന്നിരുന്ന ഒരു കൂടാണ്. അപ്പോൾ അത് കുറച്ചൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി. ഇപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടികളാണ് സഹായിച്ചിരുന്നത്. പിന്നെ ഉമ്മയും ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ്. ഇപ്പോൾ പ്രൈമർ അടിക്കാൻ കേട്ടോ, അവർക്ക് ക്യാമറയിൽ ഫേസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൂട് പെയിന്റ് അടിക്കുന്നതിന് മുന്നേ ഒന്ന് എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ വെക്കാനുള്ള ഈ കിളികൾക്ക് വേണ്ടിയിട്ട് വെക്കാനുള്ള പോട്ട് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് കളർ പെയിന്റ് കൊടുക്കുകയാണ്. ഫാബ്രിക് പെയിന്റ് ആണ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഞങ്ങൾ 3 മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 4 ജോഡി വാങ്ങിയപ്പോൾ പിന്നെ ഒന്നും കൂടി വാങ്ങിച്ചു കേട്ടോ ഈ പോട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗ്രീന്, ഓറഞ്ച്, യെല്ലോ അങ്ങനത്തെ പെയിന്റൊക്കെയാണ് അടിച്ചു കൊടുത്തുള്ളത്, ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ്. കൂട് നന്നായിട്ട് ചെളിയൊക്കെ പിടിച്ച് കിടക്കായിരുന്നു. അപ്പോൾ നന്നായിട്ട് കേകി വൃത്തിയാക്കി പ്രൈമറൊക്കെ അടിച്ച ഇൻഡസ്ട്രിയൽക്കാരെ കൊണ്ട് അതിന് കാലൊക്കെ വെപ്പിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. പിന്നെ പ്രൈമറൊക്കെ അടിച്ചതിന് ശേഷം ഓടൊക്കെ വെച്ച് വൈറ്റ് പെയിന്റും അടിച്ച് ഇതാണ് ലുക്ക്. പിന്നെ അതിൽ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അടിയിലായിട്ടും ചെടിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇത് വെക്കുമല്ലോ, മരം പോലെ പാറാൻ വേണ്ടിയിട്ട്, അതിൽ നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് കിളികൾക്ക്. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് വെച്ച് ജസ്റ്റ് നോക്കുകയാണ് പാകത്തിനാക്കിയിട്ട്. എന്നിട്ട് ഇതിലും പെയിന്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ടുള്ള ലുക്കാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിയിൽ നമ്മുടെ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഗേറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്ന വെർട്ടിക്കൽ ഗാർഡൻ്റെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കിയുള്ളതൊക്കെ അടിയിലൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 2 സൈഡിൽ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെടികളൊക്കെ വെച്ചപ്പോൾ നല്ലൊരു റിച്ച് ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ വൈറ്റ് പെയിന്റും കൂടി അടിച്ചപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കേടൊക്കെ വന്നൊരു കൂടാണ്. പിന്നെ കുറച്ചൊന്ന് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ 4 ജോഡിയാണ് കിളികളെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് മുന്നേ ഇട്ട വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ലവ് ബേർഡ്സിനെ വാങ്ങിക്കാൻ പോയതൊക്കെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൂടിൽ കുറേ മുന്നേ മുയലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് പട്ടിയൊക്കെ പിടിച്ച് അങ്ങനെ പോയി. പിന്നെ ഇതിലധികം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം അധികമൊന്നും ഇതിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല. വേറൊരു കൂടുണ്ട്, അപ്പോൾ അതിലായിരുന്നു കോഴിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ചളി പിടിച്ച് കിടന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വാഷൊക്കെ ചെയ്ത് പെയിന്റൊക്കെ അടിച്ചൊന്ന് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ നമ്മൾ രാവിലെയൊക്കെ പുറത്തേക്ക് വരുമ്പോൾ ഈ കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. ഇപ്പോൾ ഇതിൽ 3 കുടുക്ക മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെയാണ് നമ്മൾ ഒരു ജോഡി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഒരു കുടുക്കം കൂടി അവിടെ പെയിന്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതേപോലെ തന്നെ ഫ്രണ്ട്സായിട്ട് ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്